ഒന്നാമത്തെ ദിവസം മുതൽ ഒരു സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചു മണ്ണ്. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച ഇവിടെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയത് ആരാ? ഞാനാണ്, ഈ സർക്കാരാണ്. കുടിശ്ശിക വരുത്തിയവന്മാര് 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യാം. കുടിശ്ശിക വരുത്തിയതിന് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഞാൻ ഇന്നാള് പറഞ്ഞു, ഈ CPM-കാർ ഉടുക്കത്തെ ബലം പിടുത്തുമായിരുന്നു പണ്ട്. ഇപ്പൊ ഒരു തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ തമാശ ഓരോ ദിവസം തമാശ. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട്, ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. സ്വാഭാവികം. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യും. അവർ ഞാൻ പറഞ്ഞിട്ടാണെന്നോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു മോദി, ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു, മോദിജി ആ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ഓഹോ, എന്നാ ശരി. അപ്പൊ മോദിജി പറഞ്ഞു, സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ്. എന്താ ഇവര് പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങളിൽ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റ് അങ്ങനെ മൂവിയാണ്. ആരാന്ന് മനസ്സിലായ? ഞങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ മെറ്റ വരെ കേൾക്കും. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. ഫ്ലാഷ് ബാക്ക്. ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. അയ്യന്റെ മോനെ. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസർ ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് അതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നിട്ട് അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും, പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. പോകാൻ പാടില്ല. എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇപ്പോ ഒരാള് പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോ ഭയങ്കര നാറ്റം ഉണ്ടാവും. ഇപ്പൊ എവിടെയാ നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. കുഴപ്പമായ നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. 100% ഞാൻ യോജിക്കുന്നു. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ? ഇനിയും ചോദിക്കേ, പറയാം. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തില്ലേ? ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുതിർന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തു. നമുക്ക് പോവാം. പാചക തൊഴിലാളികളോട് പറഞ്ഞു, തീരുമാനമെടുത്തില്ലേ? ഇവര് കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്. മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്. 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മാറി, സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും
അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? അപ്പൊ കിട്ടിയില്ലേ? ആ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്. 19 തീയതി മുതൽ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട്.